മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ ചെറിയൊരു ടോയ് ആൻഡ് സ്റ്റേഷനറി ഷോപ്പ് നടത്തുകയായിരുന്നു CK ബാലചന്ദ്രൻ. ഭാര്യയും മക്കളായ 21 വയസ്സുള്ള തൃശ്യ, 13 വയസ്സുള്ള ദേവശ്രീ എന്നീ 2 പെൺമക്കളും അടങ്ങുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബം. ബിസിനസ്സിൽ കുടുംബ അംഗങ്ങളെല്ലാം സഹായിച്ചിരുന്നു. ഈ കടയിൽ നിന്നുള്ള വരുമാനമായിരുന്നു അവരുടെ പ്രധാന ആശ്രയം. മക്കളെ നന്നായി പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കുക എന്നതായിരുന്നു ബാലചന്ദ്രന്റെ സ്വപ്നം. മൂത്ത മകൾ തൃശ്യയ്ക്ക് വക്കീലാകാനായിരുന്നു ആഗ്രഹം. അങ്ങനെ അവർ പാലക്കാട് ഒറ്റപ്പാലത്തുള്ള നെഹ്റു കോളേജ് ഓഫ് ലോയിൽ 3ാം വർഷ LLB വിദ്യാർത്ഥിനിയായി പഠിച്ചു വരികയായിരുന്നു. തൃശ്യയുടെ സ്കൂൾ കാലഘട്ടം മുതൽ ഒപ്പം പഠിച്ചിരുന്ന സുഹൃത്തായിരുന്നു വിനീഷ്. എന്നാൽ വിനീഷിന് തൃശ്യയോടൊരു പ്രണയമായിരുന്നു. പലതവണ അവൻ അത് തുറന്നു പറഞ്ഞെങ്കിലും പ്രണയത്തിലല്ല, പഠനത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്നും പറഞ്ഞ് തൃശ്യ നിരസിച്ചു. അവർ നല്ല സുഹൃത്തുക്കളായി തുടരാൻ ആഗ്രഹിച്ചെങ്കിലും വിനീഷിന്റെ മനസ്സിൽ ആ താല്പര്യം മാറിയില്ല. നിരന്തരമായ നിരസിക്കലുകൾക്ക് ശേഷവും അവൻ പിന്നാലെ നടന്നു. സ്കൂൾ പഠനം കഴിയുന്നതോടെ ഇത് അവസാനിക്കുമെന്ന് കരുതി വീട്ടുകാരും ഇത് വലിയ പ്രശ്നമാക്കിയില്ല. എന്നാൽ +2 ശേഷം വിനീഷ് ഉപരിപഠനത്തിനോ ജോലിക്കോ പോയില്ല. തൃശ്യ ലോ കോളേജിൽ ചേർന്നതോടെ അവൻ അവളെ വീണ്ടും ശല്യം ചെയ്യാനും പിന്തുടരാനും തുടങ്ങി. ബസ് സ്റ്റാൻഡിലും കോളേജ് ഗേറ്റിലുമെല്ലാം അവൻ തൃശ്യയെ പിന്തുടർന്നു. തനിക്ക് അവനിൽ താല്പര്യമില്ല, പഠിച്ച് ജോലി നേടുകയാണ് ലക്ഷ്യമെന്നും തൃശ്യ വ്യക്തമായി പറഞ്ഞിട്ടും അവൾ പഠിച്ചു കഴിയുന്നത് വരെ കാത്തിരിക്കാം, കല്യാണം കഴിക്കണമെന്നും പറഞ്ഞ് വിനീഷ് വീണ്ടും ശല്യം ചെയ്തു. ഇത് 2021 നടന്നൊരു സംഭവമാണ്. പഴക്കമുള്ള സുഹൃത്തായതുകൊണ്ട് തൃശ്യ ആദ്യം കാര്യങ്ങൾ ശാന്തമായി പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും വിനീഷ് അത് ഉൾക്കൊള്ളാനായില്ല. തുടർന്ന് തൃശ്യ അവനെ ഒഴിവാക്കാൻ തുടങ്ങി. എന്നാൽ ഇത് വിനീഷിന്റെ നിരാശയും ദേഷ്യവും വർദ്ധിപ്പിച്ചു. അവൻ തൃശ്യയെ 24 മണിക്കൂറും പിന്തുടരാൻ തുടങ്ങി. ഒടുവിൽ 2021 മാർച്ച് മാസത്തിൽ വിനീഷ് തൃശ്യയുടെ അച്ഛൻ ബാലചന്ദ്രന്റെ കടയിലെത്തി വിവാഹ അഭ്യർത്ഥന നടത്തി. താൻ തൃശ്യയെ ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ടെന്നും നന്നായി നോക്കിക്കൊള്ളാമെന്നും അവൻ പറഞ്ഞു. എന്നാൽ ജോലിയില്ലാത്ത അവൻ കുടുംബം എങ്ങനെ നോക്കുമെന്ന അച്ഛന്റെ ചോദ്യത്തിന് വിനീഷിന് ഉത്തരവുണ്ടായിരുന്നില്ല. തൃശ്യയും അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൻ അവകാശപ്പെട്ടപ്പോൾ ബാലചന്ദ്രൻ മകളെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി. കടയിലെത്തിയ തൃശ്യ സ്കൂൾ കാലം തൊട്ടേ വിനീഷ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും കഴിഞ്ഞ 3 വർഷമായി തുടരുന്ന മാനസിക പീഡനവും എല്ലാം അച്ഛനോട് തുറന്നു പറഞ്ഞു. തനിക്ക് അവനോട് യാതൊരു പ്രണയമില്ല എന്നും തന്നിൽ നിന്ന് അകന്നു നിൽക്കണമെന്ന് തൃശ്യ അവന്റെ മുഖത്ത് നോക്കി വ്യക്തമാക്കി. ഈ അനുഭവം വിനീഷിന് വലിയ അപമാനമായി തോന്നി. ഇതിനുശേഷവും അവൻ പിന്തുടരുന്നത് തുടർന്നപ്പോൾ മകളുടെ സുരക്ഷയിൽ ആശങ്കയുണ്ടായ ബാലചന്ദ്രൻ 2021 ഏപ്രിൽ മാസത്തിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തു. പോലീസ് വിനീഷിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഒരു താക്കീത് കൊടുത്തു. ആ പെൺകുട്ടിക്ക് താല്പര്യമില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി അവൾ ഇതുപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ കഠിനമായ ശിക്ഷ ഉറപ്പാക്കുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി. അവൻ അത് കേട്ട് അവിടെ നിന്നും പോയി. ഇതോടെ പ്രശ്നം അവസാനിച്ചുവെന്ന് കുടുംബവും കരുതി. പോലീസിൽ പരാതി നൽകിയതോടെ എല്ലാം അവസാനിച്ചുവെന്നാണ് ആ കുടുംബം കരുതിയത്. എന്നാൽ സംഭവങ്ങളുടെ എല്ലാം തുടക്കം മാത്രമായിരുന്നു അത്. ഈ കേസ് നമ്മെ അത്ഭുതപ്പെടുത്തുകയും അമ്പരപ്പിക്കുകയും ചെയ്യുന്ന പല കാര്യങ്ങളിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത്. നിയമപരമായി മാറ്റി നിർത്താനുള്ള ഉത്തരവുകൾ നിലനിൽക്കെ തന്നെ പോലീസിന്റെ താക്കീതിനെ പോലും വിനീഷ് പുല്ലുവിലയായി കണ്ടു. ഞങ്ങൾ തമ്മിലുള്ള പ്രണയത്തെ തടയാൻ പോലീസിനോ കുടുംബത്തിനോ കഴിയില്ല എന്ന ചിന്തയിലായിരുന്നു അവൻ. പോലീസിൽ പരാതി നൽകിയിട്ടും വിനീഷ് പിന്തുടരുന്നത് തുടർന്നതോടെ ഈ കുടുംബം എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിലായി. അവൻ എന്തെങ്കിലും അതിക്രമത്തിന് തുനിഞ്ഞാൽ വീണ്ടും പോലീസിനെ സമീപിക്കാം എന്നവർ കരുതി. എന്നാൽ നിയമ സംവിധാനങ്ങളോ അച്ഛൻ ബാലചന്ദ്രനോ തൃശ്യയോ തന്റെ പ്രണയം അംഗീകരിക്കില്ല എന്ന് വിനീഷിന് ബോധ്യപ്പെട്ടു. ഇതോടെ ഏകപക്ഷീയ പ്രണയത്തിന്റെ ക്രൂരമായ മാനസിക അവസ്ഥയിലേക്ക് അവൻ എത്തിച്ചേർന്നു. എനിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഈ ലോകത്ത് വേറെ ആർക്കും നിന്നെ കിട്ടാൻ പാടില്ല. തൃശ്യയെ മറ്റൊരാൾ വിവാഹം കഴിച്ച് ജീവിക്കുന്നത് കാണാൻ അവന് കഴിയില്ലായിരുന്നു. അതിനാൽ തൃശ്യയെ കൊല്ലാൻ തന്നെ അവൻ തീരുമാനിച്ചു. അതൊരു പെട്ടെന്നുള്ള ദേഷ്യത്തിൽ എടുത്തൊരു തീരുമാനമായിരുന്നില്ല, മറിച്ച് കൃത്യമായി ആസൂത്രണം ചെയ്ത ഒന്നായിരുന്നു. അച്ഛൻ ബാലചന്ദ്രൻ വീട്ടിലുള്ളപ്പോൾ ഇത് നടത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ അവൻ അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് മാറ്റി നിർത്താനും അതോടെ വീടിനുള്ളിലേക്ക് കയറി തൃശ്യയെ ആക്രമിക്കാനും പദ്ധതിയിട്ടു. അതിനായി നല്ലൊരു സമയത്തിനായി കാത്തിരുന്നു. അച്ഛനെ വീട്ടിൽ നിന്നും മാറ്റാനായി ജൂൺ 16 അർദ്ധരാത്രിയിൽ ബാലചന്ദ്രന്റെ ടോയ് ഷോപ്പിന്
വിനീഷ് പെട്രോൾ ഒഴിച്ച് തീവച്ചു. കുടുംബത്തിന്റെ ഏക ജീവിതമാർഗമായിരുന്ന കട കത്തുന്നു എന്ന വിവരമറിഞ്ഞ് ബാലചന്ദ്രൻ പരിഭ്രാന്തനായി കടയിലേക്ക് ഓടിയെത്തി. അച്ഛൻ കടയിലെത്തിയതോടെ വീട്ടിൽ സ്ത്രീകൾ മാത്രമായൊരു സമയം നോക്കി ജൂൺ മാസം 17 പുലർച്ചെ വിനീഷ് കൃത്യമായി ആസൂത്രണം ചെയ്ത് വീട്ടിൽ നിന്നും അവൻ കരുതിയ കത്തിയും കൊണ്ട് തൃശ്യയുടെ വീട്ടിലെത്തി. കത്തി കാട്ടി ഭീഷണിപ്പെടുത്തിയ അവനെ കണ്ട് ആ കുടുംബം ഭയന്നോടി. അവൻ തൃശ്യയെ മുടിയിൽ പിടിച്ച് ക്രൂരമായി കുത്താൻ തുടങ്ങി. തടയാൻ വന്ന അമ്മയെയും തലക്കടിച്ചു വീഴ്ത്തി. തൃശ്യയെ രക്ഷിക്കാൻ 13കാരിയായ അനിയത്തി ദേവശ്രീ തന്റെ ജീവൻ പണയം വെച്ചെങ്കിലും അത് നടന്നില്ല. അവൾക്കും ഗുരുതരമായി പരിക്കേറ്റു. വിനീഷ് തൃശ്യയുടെ നെഞ്ചിലടക്കം 22 ഇടങ്ങളിൽ കുത്തി. തടയാൻ ശ്രമിച്ച ദേവശ്രീക്കും ഗുരുതരമായി പരിക്കേറ്റു. നിലവിളി കേട്ട് അയൽക്കാർ ഓടിയെത്തിയപ്പോഴേക്കും തൃശ്യയും അനിയത്തിയും രക്തത്തിൽ കുളിച്ച് ബോധരഹിതരായിരുന്നു. തൃശ്യ മരിച്ചു എന്നുറപ്പാക്കി വിനീഷ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. രക്തം പുരണ്ട വസ്ത്രങ്ങളുമായി ഓടിയ അവൻ ഒരു ഓട്ടോ വിളിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ദാരുണമായ സംഭവത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ ഓട്ടോ ഡ്രൈവർക്ക് കാര്യം മനസ്സിലായി. അപകടം പറ്റിയതാണെന്ന് വിനീഷ് കള്ളം പറഞ്ഞെങ്കിലും എങ്ങനെയോ ഉപായത്തിലൊക്കെ സംസാരിച്ച് ഡ്രൈവർ അവനെ നേരെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് പോലീസിന് കൈമാറി. സംഭവം നടന്ന് മണിക്കൂറുകൾക്കകം വിനീഷ് പിടിയിലായി. പരിക്കേറ്റ അമ്മയെയും തൃശ്യയെയും ദേവശ്രീയെയും നാട്ടുകാർ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഗുരുതരമായി കുത്തേറ്റ തൃശ്യ മരണത്തിന് കീഴടങ്ങി. അമ്മയും അനിയത്തി ദേവശ്രീയും ചികിത്സയിലൂടെ ജീവൻ തിരിച്ചുപിടിച്ചു. പോലീസ് സംഭവസ്ഥലത്ത് നിന്നും പ്രതിയായ വിനീഷ് വിനോദിൽ നിന്നും രക്തക്കറ പുരണ്ട വസ്ത്രങ്ങളും കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തിയും ഉൾപ്പെടെയുള്ള എല്ലാ തെളിവുകളും ശേഖരിച്ചു. കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചയായ ഈയൊരു കേസ് സംസ്ഥാന നിയമസഭയിൽ വരെ വലിയ പ്രതിഷേധത്തിന് വഴിതെളിച്ചു. കട കത്തി നശിച്ചതിലൂടെ ബാലചന്ദ്രന് സംഭവിച്ച നഷ്ടത്തിന് സർക്കാർ ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തു. പോലീസ് ചോദ്യം ചെയ്യലിൽ വിനീഷ് ആദ്യം തന്റെ കുറ്റം സമ്മതിച്ചു. തനിക്ക് കിട്ടാത്ത തൃശ്യ മറ്റാർക്കും കിട്ടരുത് എന്ന ചിന്തയോടെയാണ് ഈ കൊലപാതകം നടത്തിയതെന്നും കടയ്ക്ക് തീവച്ചത് താൻ തന്നെയാണെന്നും അവൻ സമ്മതിച്ചു. എന്നാൽ അടുത്ത സെക്കൻഡ് തന്നെ അവനത് മാറ്റി പറഞ്ഞു. തന്റെ കാതിൽ ആരോ പറയുന്നുണ്ടായിരുന്നു തൃശ്യയെ കൊല്ലണമെന്ന്. ആ രീതിയിൽ സംസാരിച്ച് അവനൊരു മാനസിക അസ്വസ്ഥത അഭിനയിക്കാൻ ശ്രമിച്ചു. എങ്കിലും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് 518 പേജുള്ള കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു. വിചാരണ വേളയിൽ ജയിലിൽ വെച്ച് കെമിക്കൽ കഴിച്ച് വിനീഷ് ആത്മഹത്യക്ക് ശ്രമിച്ചു. തുടർന്ന് അവന് മാനസികമായ എന്തോ പ്രശ്നമുണ്ടെന്നും അതിനാൽ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റണമെന്നും പ്രതിഭാഗം വക്കീൽ വാദിക്കാൻ തുടങ്ങി. വിചാരണ ആരംഭിക്കുന്നതിന് മുൻപ് പ്രതിക്ക് മാനസിക അസ്വസ്ഥതയുണ്ടെന്ന വാദം ഉയർന്നതോടെ കോടതി ഒരു ഡോക്ടറുടെ സേവനം തേടി. പരിശോധനയ്ക്ക് ശേഷം പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഡോക്ടർ റിപ്പോർട്ട് നൽകിയതോടെ അവൻ പൂർണ്ണ മാനസികാരോഗ്യം വീണ്ടെടുക്കുന്നത് വരെയും വിചാരണ നിർത്തിവെക്കാൻ കോടതി ഉത്തരവിട്ടു. തുടർന്ന് അവനെ കോഴിക്കോട് കുതിരവട്ടത്തുള്ള സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. എന്നാൽ 2022 അവൻ അവിടെ നിന്നും രക്ഷപ്പെട്ട് കർണാടകയിലേക്ക് പോയി. പോലീസ് കഷ്ടപ്പെട്ട് അവനെ വീണ്ടും പിടികൂടി തിരികെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു. കടുത്ത സുരക്ഷയുള്ള ജയിലിൽ കിടന്നാൽ രക്ഷപ്പെടാൻ കഴിയില്ല എന്നും മാനസികാരോഗ്യ കേന്ദ്രത്തിൽ സുരക്ഷ താരതമ്യേന കുറവായതിനാൽ അവിടെ നിന്ന് എളുപ്പത്തിൽ ചാടിപ്പോകാമെന്നും കരുതിയാണ് അവൻ ഈ നാടകം കളിക്കുന്നതെന്ന് പോലീസിന് സംശയമായി. അതിനാൽ അവനെ സാധാരണ ജയിലിലേക്ക് മാറ്റാൻ പോലീസ് പലതവണ ഹർജി നൽകിയെങ്കിലും അതെല്ലാം നിരസിക്കപ്പെട്ടു. പോലീസിന്റെ ആശങ്ക ശരിവെച്ചുകൊണ്ട് 2025 ഡിസംബർ 29 അവൻ വീണ്ടും തടവ് ചാടി. ടോയ്ലറ്റിൽ കയറിയ അവൻ ഏറെ നേരം കഴിഞ്ഞിട്ടും പുറത്തു വരാതിരുന്നതിനെ തുടർന്ന് വാതിൽ പൊളിച്ച് അകത്ത് കയറിയപ്പോഴാണ് ഭിത്തി തുറന്ന് അവൻ രക്ഷപ്പെട്ടതായി മനസ്സിലായത്. ചായ കുടിക്കാൻ നൽകിയ മെറ്റൽ ഗ്ലാസ് ഉപയോഗിച്ച് ടൈലുകളും ഭിത്തിയും കുത്തിപ്പൊളിച്ചാണ് അവൻ പുറത്തേക്ക് കടന്നത്. ആശുപത്രിയിൽ CCTV ക്യാമറകൾ ഇല്ലാതിരുന്നത് അവന് രക്ഷപ്പെടാൻ കൂടുതൽ സൗകര്യമായി. കടും ക്രൂരനായൊരു കുറ്റവാളി പൊതുസമൂഹത്തിലേക്ക് വീണ്ടും ഇറങ്ങി നടക്കുന്നത് വലിയ ഭീഷണിയായി മാറി. തൃശ്യയുടെ കുടുംബത്തിലെ ബാക്കിയുള്ളവരെ കൂടി അവൻ ആക്രമിക്കുമോ എന്ന ഭയത്തിലായി കുടുംബം. നിലവിൽ അവന്റെ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. പോലീസ് പ്രതിയുടെ കുടുംബാംഗങ്ങളുടെയും ബന്ധുക്കളുടെയും ഫോണുകൾ 24 മണിക്കൂറും നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ആരെങ്കിലും ബന്ധപ്പെട്ടാൽ പ്രതി ഏത് സംസ്ഥാനത്താണെന്ന് ട്രാക്ക് ചെയ്യാൻ കഴിയും എന്നതിനാലായിരുന്നു ഇത്. ഒളിവിൽ കഴിയുന്ന കുറ്റവാളികൾ പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് ഏറെ കാലം കഴിയാറുണ്ടെങ്കിലും എപ്പോഴെങ്കിലും ഒരു ഫോൺ കോൾ വഴി പിടിയിലാകുന്നത് പതിവാണ്. ഈ കേസിൽ 4 മാസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷമാണ് പ്രതിക്ക് വീഴ്ച സംഭവിച്ചത്. 2025 ഡിസംബറിൽ തടവ് ചാടിയ വിനീഷ് വിനോദ് 2026 ഏപ്രിൽ 10 തന്റെ ബന്ധുവിനെ ഫോണിൽ വിളിച്ചു. കോൾ ട്രാക്ക് ചെയ്ത പോലീസ് അത് മുംബൈ തുറമുഖത്തിന് സമീപത്ത് നിന്നാണെന്ന് മനസ്സിലാക്കി അവിടെ എത്തി അവനെ പിടികൂടി.
വിവിധ സംസ്ഥാനങ്ങളിൽ കറങ്ങി ഒടുവിൽ മുംബൈയിലെത്തി മീൻപിടുത്തവും ലഗേജ് ചുമന്നുകൊണ്ടു പോകുന്ന ജോലിയുമൊക്കെ ചെയ്തായിരുന്നു അവൻ ജീവിച്ചത്. 4 മാസം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി പോലീസ് അന്വേഷിക്കില്ല എന്ന ധാരണയിലാണ് അവൻ വീട്ടിലേക്ക് വിളിച്ചത്. 26-കാരനായ വിനീഷിനെ പോലീസ് വീണ്ടും അറസ്റ്റ് ചെയ്ത് കേരളത്തിലേക്ക് കൊണ്ടുവന്നു. കൃത്യമായി പെട്രോൾ ഒഴിച്ച് കട കത്തിക്കുകയും തക്ക സമയത്ത് ആളില്ലാത്ത സമയത്ത് വീട്ടിൽ കയറി കൊലപാതകം നടത്തുകയും മെറ്റൽ ഗ്ലാസ് ഉപയോഗിച്ച് ബാത്റൂം ഭിത്തി തുറന്ന് 2 തവണ തടവ് ചാടുകയും ചെയ്ത ഒരാൾക്ക് മാനസിക രോഗമുണ്ടെന്നൊരിക്കലും പറയാൻ സാധിക്കില്ല. അതിനാൽ ഇവന് കഠിന ശിക്ഷ ഉറപ്പാക്കാൻ, സാധാരണ ജയിലിലേക്ക് മാറ്റാൻ വിചാരണ നടപടികൾ വേഗത്തിലാക്കണമെന്ന നിലപാടിലാണ് ഇപ്പോൾ പോലീസ്. തൃശ്ശയുടെ ദാരുണമായൊരു സംഭവം ഒരു ഒറ്റപ്പെട്ട സംഭവമൊന്നും അല്ല. ഇത്തരം സ്റ്റോക്കിംഗ് അല്ലെങ്കിൽ ഒരു ഏകപക്ഷീയ പ്രണയത്തിന്റെ പേരിലുള്ള ആക്രമണങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇത്തരം കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ തന്നെ നിയമം ഉറപ്പാക്കേണ്ടതുണ്ട്. വീട്ടുകാരുടെ പ്രതീക്ഷയായ വക്കീലാകണമെന്ന് ആഗ്രഹിച്ച തൃശ്ശയുടെ ജീവൻ പോയി. അവളുടെ കുടുംബത്തിന്റെ സമാധാനവും സന്തോഷവും എന്നേക്കുമായി നഷ്ടപ്പെട്ടു. മറുഭാഗത്ത് പ്രതിയായ വിനീഷിന് ലഭിച്ചതോ ആഗ്രഹിച്ച പെൺകുട്ടിയെ കിട്ടിയില്ല. പകരം സ്വന്തം ജീവിതം ഒളിവിൽ കഴിഞ്ഞ് ജയിലറയ്ക്കുള്ളിൽ ഹോമിക്കേണ്ടതായി വന്നു. ഒരു വൺ സൈഡ് ലവും അതിക്രമങ്ങളും ഇരു കുടുംബങ്ങളുടെയും ജീവിതമാണ് തകർത്തത്. യഥാർത്ഥത്തിൽ ഈ റിജക്ഷൻസിനെയൊക്കെ നേരിടാൻ ശീലിക്കാത്തതാണ് ഇത്തരം ക്രൂരതകൾക്കൊക്കെ കാരണം. വിജയങ്ങളെപ്പോലെ തന്നെ പരാജയങ്ങളെയും ഉൾക്കൊള്ളാൻ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ പഠിപ്പിക്കണം. അതിപ്പോൾ പഠനത്തിലായാലും കരിയറിലായാലും പ്രണയത്തിലായാലും എല്ലാ കാര്യങ്ങളിലും. നോ എന്നൊരു മറുപടി വന്നാൽ അത് അംഗീകരിക്കാനുള്ള മാനസിക പക്വതയുണ്ടാകണം. ഇന്നത്തെ യുവതലമുറ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഒരാളുടെ ഇഷ്ടത്തിന് വിപരീതമായി ബലപ്രയോഗത്തിലൂടെയോ ഭീഷണിയിലൂടെയോ നേടുന്ന ബന്ധങ്ങൾ യഥാർത്ഥ സ്നേഹമോ സന്തോഷമോ നൽകില്ല എന്നതാണ്. പ്രണയം നിരസിക്കപ്പെട്ടാൽ അത് ഉൾക്കൊണ്ട് സ്വന്തം ജീവിതവും കൊണ്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഒരാൾ നിരസിച്ചു എന്ന് കരുതി ജീവിതം അവിടെ അവസാനിക്കുന്നില്ല. സ്റ്റോക്കിംഗ്, നിർബന്ധിച്ചുള്ള പ്രണയം, ആക്രമണങ്ങൾ എന്നിവയിലൂടെ ആർക്കും ഒന്നും നേടാനാകില്ല. പകരം ജീവിതം തന്നെ ഇല്ലാതാവുകയുള്ളൂ. ഈ ഒരു വലിയ പാഠമാണ് ഈ ഒരു സംഭവം നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ കേസുകളെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.